ഇന്ന് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഒരു കോഴ്സ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് BSc നഴ്സിംഗ് തന്നെ ആയിരിക്കും. അതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളി നഴ്സുമാർ എവിടെ പോയാലും ഭയങ്കര ഡിമാൻഡാണ്. സോ BSc നഴ്സിംഗ് പഠിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് വലിയൊരു ആഗ്രഹമാണ് വിദേശത്ത് പോയി പഠിക്കുക എന്ന്. പക്ഷേ മെയിനായിട്ടുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഡ്ജറ്റാണ്. നമ്മൾ ഇന്ത്യയിൽ പഠിക്കുന്ന അതേ കോഴ്സിന് അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ ചിലവിൽ വിദേശത്ത് ഒരു ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റി പോയിട്ട് BSc നഴ്സിംഗ് പഠിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? യെസ്, അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, ജോർജിയയിലെ ഈസ്റ്റ് യൂറോപ്യൻ യൂണിവേഴ്സിറ്റി. നമുക്ക് ഇയർലി ഫീസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് $3,000. അതായത് നമ്മുടെ ഇന്ത്യൻ മണിയായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 2.5 ലക്ഷം രൂപ പെർ ഇയർ ഫീസ് കൊടുത്തുകൊണ്ട് നമുക്ക് വിദേശത്ത് വന്ന് പഠിച്ച് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലും അത് കൂടാണ്ട് ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളിലൊക്കെ പോയി സെറ്റിൽ ആവാനായിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ചോയ്സാണ് ഈസ്റ്റ് യൂറോപ്യൻ യൂണിവേഴ്സിറ്റി. ദെൻ ഈസ്റ്റ് യൂറോപ്യൻ യൂണിവേഴ്സിറ്റി സിറ്റുവേറ്റ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോർജിയയുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ടിബിലിസിയിലാണ്. പിന്നെ അടുത്ത സ്റ്റുഡൻസിന് വരുന്ന വലിയൊരു ഡൗട്ടാണ്, നമുക്ക് ഇവിടുത്തെ കരിക്കുലം എങ്ങനെയാണ്, ഇവിടെ പഠിച്ചിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത്, ദെൻ നമ്മുടെ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന് എന്തൊക്കെ അഡീഷണൽ ബെനിഫിറ്റ്സാണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യത്തിലൊക്കെ സ്റ്റുഡൻസിന് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും അല്ലേ. ജോർജിയയുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എടുക്കുന്ന സമയത്ത് നോർമലി ജോർജിയയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ECTS സിസ്റ്റമാണ്, അതായത് യൂറോപ്യൻ ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു രാജ്യമാണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിന് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലൊക്കെ പോയി സെറ്റിൽ ആവാനായിട്ടുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. ബിക്കോസ് ഓരോ രാജ്യങ്ങളുടെയും എക്സാമിനേഷൻ വളരെ ഈസി ആയിട്ട് തന്നെ അവർക്ക് ക്ലിയർ ചെയ്തുകൊണ്ട് പുറത്ത് പോയിട്ട് സെറ്റിൽ ആവാനായിട്ട് അവർക്ക് സാധിക്കും. ദെൻ ദ നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്റ്റ് യൂറോപ്യൻ യൂണിവേഴ്സിറ്റി അവരുടെ എഡ്യൂക്കേഷനോടൊപ്പം തന്നെ എന്ത് കൊടുക്കുന്നുണ്ട്, ജർമ്മൻ ലാംഗ്വേജിൻ്റെ ട്രെയിനിങ് അവരുടെ അക്കാഡമിയുടെ ഭാഗമായി തന്നെ കൊടുക്കുന്നുണ്ട്. നോർമലി എല്ലാ സ്റ്റുഡൻസിനും വലിയൊരു ആഗ്രഹമാണ് എന്നാണ് ജർമ്മനിയിലൊക്കെ പോയിട്ട് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത് വലിയ ആഗ്രഹമായിരിക്കും അല്ലേ. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പാത്ത് വേ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു യൂണിവേഴ്സിറ്റി ഒരുക്കി കൊടുക്കുന്നുണ്ട്. ദെൻ ദ നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK, കാനഡ, ഓസ്ട്രേലിയയിൽ നേഴ്സായിട്ട് നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് പാസ്സാവേണ്ട എക്സാം എന്ന് പറഞ്ഞാൽ NCLEX RL ആണ്. സോ ഫ്രം ദ സെക്കൻഡ് ഇയർ ഓൺ വേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഈസ്റ്റ് യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയിൽ NCLEX RLൻ്റെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് പഠനത്തോടൊപ്പം തന്നെ എന്ത് ചെയ്യാം, അവർക്കൊരു ജോലി കണ്ടെത്താനായിട്ടുള്ള എല്ലാ ഓപ്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈസ്റ്റ് യൂറോപ്യൻ യൂണിവേഴ്സിറ്റി തുറന്നു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും $3,000 ട്യൂഷൻ ഫീസിൻ്റെ കാര്യം മാത്രമല്ലേ പറഞ്ഞുള്ളൂ, പിന്നെ നമ്മുടെ ലിവിങ് കോസ്റ്റൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുമെന്നല്ലേ. നമ്മുടെ ലിവിങ് കോസ്റ്റ് മാനേജ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് നമുക്ക് ജോർജിയയിൽ പാർട്ട് ടൈം അവൈലബിൾ ആണ്. നമുക്ക് അറൗണ്ട് ഒരു 4 to 5 hours വർക്ക് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 40 to 60 ലാറി വരെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും. 40 to 60 ലാറി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മണി ഏകദേശം ഒരു 1,500 രൂപയോളം വരുന്നുണ്ട് കേട്ടോ. അതായത് ലാറിയുടെ കൺവേർഷൻ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാറി എന്ന് പറഞ്ഞാൽ അറൗണ്ട് 30 രൂപയാണ്. സോ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിട്ട് ആവറേജ് ഒരു 20 days വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം എന്ത് ചെയ്യാം, ഒരു 30,000 രൂപ ആൾക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ജോർജിയയുടെ ലിവിങ് കോസ്റ്റ് നമ്മൾ എടുക്കുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് $300 to $350 ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ആൾക്ക് ലിവിങ് കോസ്റ്റ് വളരെ നന്നായി തന്നെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ആളുടെ ഹോസ്റ്റല്, ഫുഡ്, ദെൻ അത് കൂടാണ്ട് എന്താണ് മൊബൈൽ റീചാർജ്, പിന്നെ ടാക്സിയുടെ ചാർജസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചേർത്തുകൊണ്ട് $350 മാനേജ് ചെയ്യാൻ പറ്റും. സോ $350 എന്ന് പറയുമ്പോൾ അറൗണ്ട് ഒരു 30,000 rupees വരുന്നുള്ളൂ. സോ ലിവിങ് കോസ്റ്റ് എന്ന് പറയുന്ന സംഭവത്തെക്കുറിച്ച് എന്ത് ചെയ്തോളൂ, നിങ്ങൾ മറന്നോളൂ. പക്ഷേ വേറൊരു കാര്യമുണ്ട് കേട്ടോ, നിങ്ങൾ ഇവിടെ വന്നിട്ട് നെക്സ്റ്റ് ഡേ മുതൽ എന്തായാലും നിങ്ങൾക്ക് പാർട്ട് ടൈം ഒന്നും പോകാനായിട്ട് സാധിക്കത്തില്ല. സോ ഇറ്റ് വിൽ ടേക്ക് സം ടൈം, മേ ബി ഒരാഴ്ചയോ അല്ലെങ്കിൽ 2 ആഴ്ചയോ അങ്ങനെയൊക്കെ ടൈം എടുക്കാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു 2 മാസത്തെങ്കിലും ഹോസ്റ്റലിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. ജോർജിയയിലുള്ള ഒരു കോളേജസും കൊടുക്കാത്ത വലിയൊരു കാര്യമാണ് എന്ത് കൊടുക്കുന്നത്, ഈസ്റ്റ് യൂറോപ്യൻ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന് കൊടുക്കുന്നത്. അത് വേറൊന്നല്ല, ഇൻ ബിറ്റ്വീൻ ദ സ്റ്റഡീസ് 6 months സ്റ്റുഡൻറ്റിന് ജർമ്മനി, പോർച്ചുഗൽ അല്ലെങ്കിൽ സ്പെയിന് ഇതിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയിട്ട് ഇൻറ്റേൺഷിപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു സൗകര്യം കൂടെ യൂണിവേഴ്സിറ്റി ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നതിലൂടെ സ്റ്റുഡൻറ്റിന് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് എന്താണെന്ന് അറിയാം, വളരെ ഈസി ആയിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലോട്ട് പോയി സെറ്റിൽ ആവാനായിട്ട് സാധിക്കും. ദെൻ ലാസ്റ്റായിട്ട് സ്റ്റുഡൻറ്റിന് വരുന്നൊരു ക്വസ്റ്റൻ ആയിരിക്കും, സപ്പോസ് എന്ത് ചെയ്തു, ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് ഇന്ത്യയിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ. നിങ്ങൾക്ക് ഇന്ത്യയിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മുടെ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ കേസ് ടു കേസ് ഡിഫറൻ്റ് ആണ്. ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും കേസ് ടു കേസ് ഡിഫറൻ്റ് ഉണ്ടാവും. നമ്മൾ പോയിട്ട് എന്ത് ചെയ്യണം, നഴ്സിംഗ് കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം അവർ മാൻഡേറ്ററി കണ്ടീഷൻസ് പറയും, അത് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഇന്ത്യയിൽ രജിസ്ട്രേഷൻ കിട്ടും. ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ജോർജിയയിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവുമല്ലേ. യെസ്, നിങ്ങൾക്ക് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ജോർജിയയിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള പ്രൊവിഷനും ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, സ്റ്റുഡൻസിന് ഒരു ടെൻഷനും ഇല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യുക,
ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രി തന്നെയാണ് ജോർജിയ. ദെൻ BSc നഴ്സിംഗ് നിങ്ങൾ ജോർജിയയിൽ പഠിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതും വളരെ ബഡ്ജറ്റീവ് ആയിട്ടല്ലേ. അതായത് നമ്മുടെ ടോട്ടൽ ട്യൂഷൻ ഫീസ് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ അറൗണ്ട് ഒരു 10 lakhs ട്യൂഷൻ ഫീസ് വരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ഇന്ന് നാട്ടിൽ BSc നഴ്സിംഗ് പഠിക്കണമെങ്കിൽ തന്നെ മിനിമം 10-15 ലക്ഷം രൂപയാണ്. സോ നാട്ടിൽ പഠിക്കുന്നതിനേക്കാൾ കുറഞ്ഞ ചിലവിൽ വിദേശത്ത് വന്ന് BSc നഴ്സിംഗ് പഠിച്ച് അവിടെ ലൈഫ് സെറ്റിൽ ചെയ്ത് ഏതെങ്കിലും നല്ലൊരു രാജ്യത്ത് പോയി സെറ്റിൽ ആവാനായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉറപ്പായിട്ടും ഈസ്റ്റ് യൂറോപ്യൻ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാം. സോ നെക്സ്റ്റ് വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂണിവേഴ്സിറ്റിയൊക്കെ ചൂസ് ചെയ്തു, ദെൻ നമ്മുടെ വിസ എങ്ങനെയാണ്, നമുക്ക് ഇവിടെ വന്നതിന് ശേഷം എന്ത് അസിസ്റ്റൻസ് കിട്ടും, അത്തരം കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവില്ല. അതിനെക്കുറിച്ചൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ലാസ്റ്റ് 13 years ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ സെയിം ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്. ഓൾറെഡി എന്തുണ്ട്, നമുക്ക് TBLCയിൽ ഞങ്ങളുടെ ഓഫീസ് അവൈലബിൾ ആണ്. അത് കൂടാണ്ട് നമ്മുടെ ഈസ്റ്റ് യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയിൽ കേരളത്തിൽ നിന്ന് ഇൻ്റർനാഷണൽ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തുണ്ട്, ഒരു സ്റ്റാഫും അവൈലബിൾ ആണ്. സോ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും 24/7 എന്ന രീതിയിൽ നോക്കാനായിട്ട് എന്തുണ്ട്, നമ്മുടെ സൈഡിൽ നിന്ന് സ്റ്റാഫ് അവൈലബിൾ ആണ്. പിന്നെ സ്റ്റുഡൻസിന് നോർമലി വരാറുള്ളൊരു ഡൗട്ടാണ്, നമ്മൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യേണ്ടി വരുമോ, നമ്മുടെ ട്രാവലിന് ആരെങ്കിലും അസിസ്റ്റൻസ് വരും, അങ്ങനെയൊക്കെ ഡൗട്ട് ഉണ്ടാവും. വൺസ് നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഏതെങ്കിലും ഒരു റെപ്രസെൻറ്റേറ്റീവ് നിങ്ങളോടൊപ്പം ട്രാവൽ ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ട്രാവലായിട്ട് ബന്ധപ്പെട്ട കാര്യം, എയർപോർട്ടിൽ വന്നിട്ട് ഹോസ്റ്റലിലോട്ടുള്ള മൈഗ്രേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ജോർജിയയിൽ വന്നിട്ട് BSc നഴ്സിംഗ് പഠിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി വേറെ ടെൻഷൻ വേണ്ട, ഉടനെ എന്ത് ചെയ്യുക, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.